ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളം. ഇത് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈസ്റ്റ് പൊങ്ങാനായിട്ട് നമ്മളൊന്ന് വെക്കും. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഇളം ചൂടുവെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം പഞ്ചസാര ഇടുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ഇടാം. ഇത് ഇട്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി. ഇത് പൊങ്ങാനായിട്ടാണ് നമ്മളൊന്ന് നല്ലതായിട്ട് ഇളക്കി വെക്കുന്നത്. 30 to 40 മിനിറ്റ്സ് നമുക്കിത് അടച്ചു വെക്കാം പൊങ്ങി വരാനായിട്ട്. സോ ഇതിൻ്റെ അടുത്ത പ്രിപ്പറേഷനുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. ഏകദേശം 2 കപ്പ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റ് കിട്ടാനായിട്ട് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ചെറിയ ക്രസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച വെള്ളവും അതുപോലെ പഞ്ചസാരയും അതുപോലെ ഈസ്റ്റും കലക്കി വെച്ച ആ വെള്ളവും നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിംഗ് ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ അങ്ങോട്ടിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും അതുപോലെ പഞ്ചസാരയും അതുപോലെ വെള്ളവും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അരമണിക്കൂർ കഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇനി അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരു നല്ല കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇളക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഏകദേശം റെഡിയായെന്ന്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മണിക്കൂർ 4.5 മണിക്കൂർ ഇത് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്കിതെടുത്ത് നമ്മുടെ പിസ്സയുടെ ബേസ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി ഇതിൻ്റെ ടോപ്പിങ്സ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ടോപ്പിങ്സ് പാസ്ത സോസിൽ സോക്ക് ചെയ്ത് വെച്ച ഗ്രൗണ്ട് ബീഫ്, അതുപോലെ നമ്മൾ സീസൺ ചെയ്ത ചിക്കൻ, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും. ഇവിടെ നമ്മൾ ചിക്കൻ എടുത്തു. അതുപോലെ തന്നെ തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സീസണിങ്ങിനായിട്ട് ഉപയോഗിച്ചത് ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ചിക്കൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ബാർബിക്യൂ സോസും ആഡ് ചെയ്യുന്നുണ്ട്. ആ ബാർബിക്യൂവിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് എന്ത് സോസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. ചിക്കൻ അതുപോലെ തന്നെ സീസണിങ് ആഡ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വെക്കേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മാവ് ബേക്കിംഗ് പാനിലോട്ട് വെക്കാം. ഇനി ഫോർക്ക് ഉണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും ഒന്ന് പോക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചെയ്യുന്നത് നമുക്ക് കൂടുതലും ഇതിൻ്റെ ഫ്ലേവർ അകത്തോട്ട് ഇറങ്ങാനും അതുപോലെ ചീസ് താഴോട്ടിറങ്ങാനും പിന്നെ നമ്മുടെ പിസ്സ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആകാനും ഇത് ഉപകരിക്കുന്നതാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടറാണ്. ബട്ടർ ഉപയോഗിച്ച് നമുക്ക് ക്രസ്റ്റിൻ്റെ സീസണിങ് ഉണ്ടാക്കാം. ക്രസ്റ്റേൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് വിടാം സീസണിങ് ഉപയോഗിച്ച്. ഏത് സീസണിങ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബട്ടറിൽ ഞാനിപ്പോൾ ഓണിയൻ പൗഡർ എടുത്തു. അതിന് ശേഷം നമ്മൾ ആ സൈഡിലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് വിടുകയാണ്. ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പിങ്സ് ആഡ് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് ബീഫാണ്. ഇത് പാസ്ത സോസിൽ സോക്ക് ചെയ്ത് വെച്ചാണ് ഒരു മണിക്കൂർ. ഇത് ഈവനായിട്ട് നമുക്ക് പിസ്സയുടെ ഫുള്ളായിട്ടുള്ള എല്ലാ ഏരിയയിലും ഒന്ന് ചെല്ലുന്ന രീതിയിൽ നമുക്കൊന്ന് പിടിപ്പിക്കാം. ഇവിടെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പിസ്സയുടെ സോസായിട്ട് പാസ്ത സോസാണ്. ഇത് കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സോസാണ് പാസ്ത സോസ്. ഇത് നമുക്ക് പിസ്സയുടെ സോസായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. പിസ്സയുടെ ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ്. അത് ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല.
ഈവനായിട്ട് എല്ലാ ഏരിയയിലും സ്പ്രെഡ് ചെയ്ത് ചീസ് ഇടുക. നമുക്ക് 1-2 ചീസ് ഇടാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചീസ് ആഡ് ചെയ്യാവുന്നതാണ്, ചീസി ആയിട്ട് കിട്ടാനായിട്ട്. ഇനി നമ്മുടെ ചിക്കൻ, നമ്മൾ നേരത്തെ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള ടോപ്പിങ്സ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഓണിയൻസ് ആണ്, സവോള അരിഞ്ഞത്. നമ്മളിതിവിടെ വെക്കുന്നത് 20 മിനിറ്റ്സ് ആണ്. അതുപോലെ 400 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിസ്സ ഇപ്പോൾ ടോപ്പിങ്സും എല്ലാം ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നേരെ ഓവനിലോട്ട് പോകാൻ റെഡിയായി. ഓവൻ നമ്മൾ 400 പ്രീ ഹീറ്റ് ചെയ്തു. ഇനി ഇത് നേരെ അകത്തോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ്സ് എടുക്കും. ഇതിൻ്റെ കറക്റ്റ് ഇവിടെ താഴെയാണ് വെക്കുന്നത്. ഇവിടെ വെച്ച് നമുക്കൊന്ന് ഇത് അടയ്ക്കാം. അപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് എക്സ്ട്രാ നേരം വെച്ചു. നമുക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നേരം വെക്കാം. ചെറുതായിട്ട് പയ്യെ തുറക്കാം, നല്ല ചൂടാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും പിസ്സ ഇപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും ചീസിയാ കൊള്ളാം.